ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നതിനിടെ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യത മങ്ങി. ഇറാനുമേൽ കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ച് അമേരിക്ക. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാൻ തുർക്കിയും റഷ്യയും സന്നദ്ധത അറിയിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇറാനുമായി ഒരു കരാറാണ് ലക്ഷ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ആക്രമിച്ചാൽ തിരിച്ചടി വിനാശകരമായിരിക്കുമെന്നും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ പുതിയ പടക്കപ്പൽ ഇസ്രായേലിന്റെ ഈലാത്ത് തുറമുഖത്ത് നങ്കൂരമിട്ടു. US യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ ആക്രമണ പരിധിയിലാണെന്ന് ഇറാൻ സൈനിക വക്താവ് പറഞ്ഞു. ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമിട്ട് അയക്കുന്നത് ഒരു കരാർ രൂപപ്പെടുത്താനാണെന്ന് ട്രംപ്. കരാർ യാഥാർത്ഥ്യമായാൽ നല്ലതാണെന്നും അതല്ലെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. കരാറിലെത്താൻ താൻ നിശ്ചയിച്ച അന്തിമ സമയപരിധി ഏതെന്ന് ഇറാന് മാത്രം അറിയാമെന്നും ഒരു കരാറിലെത്തണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ്. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിയുന്നില്ല. ആശ്വാസകരമായ ഒരു വാർത്തയും അവിടെ നിന്ന് പുറത്തു വരുന്നില്ല. ഒരു യുദ്ധസാധ്യത തന്നെ തെളിയുകയാണോ? അമേരിക്കയുടെ നിലപാട് അത് കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണോ? ഇതിന് ഒരുപക്ഷെ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വിപുലമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഈ ഗൾഫ് മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത്. നിരവധി യുദ്ധക്കപ്പലുകളുണ്ട്. അല്പം മുമ്പ് വൈറ്റ് ഹൗസിൽ നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ വെനിസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഇറാന് നേരെ അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്നത് ഒരു കരാറിൽ എത്താൻ ഇറാനെ പ്രേരിപ്പിക്കുക എന്നതാണ്. പക്ഷേ താൻ ഉറപ്പ് പറയുന്നു ഇറാൻ ഒരു കരാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധി ഇറാന് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ഇറാന് മാത്രമേ ആ സമയപരിധി ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഒരു കരാറിൽ എത്താൻ ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി അതല്ല, കരാർ ഉണ്ടാകാതെ പോവുകയാണെങ്കിൽ എന്തു വേണമെന്നത് താൻ തീരുമാനിക്കും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും വിപുലമായിട്ടുള്ളൊരു സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ ഒരു കരാറിന് പ്രേരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ട്രംപ് മുന്നിൽ കാണുന്നത്. അതിനുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളും അതോടൊപ്പം തന്നെ പോർവിമാനങ്ങളും ഒക്കെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇറാൻ പൂർണ്ണമായിട്ടും ഒരു വിധേയപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ട്രംപ് ഉറ്റുനോക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ട്രംപ് മുന്നിൽ കാണുന്നത് ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. ആ പദ്ധതിയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് പുതിയൊരു കരാറിൽ എത്തിച്ചേരണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ അത് വളരെ ചെറുതായിട്ട് ലഘൂകരിക്കാനുള്ള ഒരു നിർദ്ദേശം പോയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. മറ്റൊന്ന്, ഈ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരുന്ന പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടവരെ ഒരു നിലയ്ക്കും അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക, മറ്റേതെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയോ പാടില്ല. ഈ 3 ഉപാധികളാണ് ഇപ്പോൾ ഇറാന് മുമ്പാകെ ട്രംപ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലും ഇറാൻ വ്യക്തമാക്കുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണെങ്കിൽ തങ്ങൾ ഒരുക്കമാണ്. പക്ഷേ വിധേയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ ഒരു നിലക്കും തങ്ങൾ തയ്യാറല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ആക്രമണം വന്നാൽ അത് പരിമിതമായിരിക്കില്ല തങ്ങളുടെ തിരിച്ചടി. അത് മേഖല ഒന്നാകെ തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ, അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ, അമേരിക്കൻ സംവിധാനങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ജീന സൂചിപ്പിച്ചതുപോലെ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇറാന് ഒരു ചർച്ചയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അവർ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു, അതുപോലെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചയിലൂടെ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമാകുന്നത്. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. കാരണം കൃത്യമായിട്ടുള്ള ഉപാധികളാണ്. അതായത് ഇറാൻ പൂർണ്ണമായിട്ടും വിധേയപ്പെടണം, വഴിപ്പെടണം എന്ന ഒരു നിബന്ധനയാണ് ട്രംപ് മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന മുന്നോട്ട് വെച്ചതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ലെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. 2015 വൻശക്തി രാജ്യങ്ങളുമായിട്ടൊരു ആണവ കരാർ രൂപപ്പെടുത്തുമ്പോൾ ഇറാൻ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചത് ഇത് തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് മാത്രമായിരിക്കും തങ്ങളുടെ ആണവ പദ്ധതി. ഒരു നിലയ്ക്കും തങ്ങൾ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുകയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് 2018 അത്തരമൊരു കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക പിൻവാങ്ങുകയായിരുന്നു. ഇനി പുതിയൊരു കരാർ വരികയാണെങ്കിൽ ഈ ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതായിട്ട് ഇറാൻ പ്രഖ്യാപിക്കണം. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി, ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട
ആളുകൾക്കെതിരെയുള്ള നടപടികൾ ഉപേക്ഷിക്കണം. ഈ 3 കാര്യങ്ങളിൽ ഇറാൻ ഏത് നിലപാട് കൈക്കൊള്ളും എന്നത് പ്രധാനമായിരിക്കും. പക്ഷേ ലഭ്യമായ വിവരങ്ങൾ വെച്ചും ഇറാൻ നേതൃത്വം ഔദ്യോഗികമായിട്ട് വിശദീകരിക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ ഇത് ആഭ്യന്തരം തങ്ങളുടെ തീർപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു വൻശക്തി രാജ്യം അടിച്ചേൽപ്പിക്കുന്നതിനനുസരിച്ച് വിധേയപ്പെടാൻ തങ്ങളില്ല. ആക്രമിക്കുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. അത് വ്യാപകമായിട്ട് പടരുന്നൊരു യുദ്ധമായിട്ട് മാറും. അത് അമേരിക്കക്കും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേലിനും ഒരിക്കലും താങ്ങാനാവില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് അല്പം മുമ്പ് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇത് വളരെ നിർണായകമാണ്. കാരണം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ നടന്ന ചർച്ചകൾക്കപ്പുറത്തേക്ക് ഇറാന്റെ ഏറ്റവും സമ്മന്നതനായിട്ടുള്ള ഒരു സുരക്ഷാ മേധാവിയുമായിട്ട് പുടിൻ ചർച്ച നടത്തുന്നു എന്നതിന്റെ അർത്ഥം ഒരുപക്ഷെ ഒരു ഡീലിലേക്ക് അമേരിക്കയുമായിട്ട് ചേർന്ന് താൻ ഒരു മധ്യസ്ഥനാകാമെന്ന് ഇന്നലെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമാണോ അതല്ല ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന് പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണ നൽകാൻ റഷ്യ തീരുമാനിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചില നിർദ്ദേശങ്ങൾ ഇറാന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായിട്ട് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ട്രംപും അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ തങ്ങളതിന് ഉർദുഗാൻ അതിന് മധ്യസ്ഥത വഹിക്കാമെന്നാണ് തുർക്കി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ സൗദി, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥ നീക്കവുമായിട്ട് സജീവമായി രംഗത്തുണ്ട്. പക്ഷേ ഇത് ട്രംപ് വരും ദിവസങ്ങളിൽ എത്ര സമയമായിരിക്കും ഇറാന് ഇത്തരമൊരു കരാറിലെത്താനുള്ള സമയം ട്രംപ് നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യതയില്ല. അങ്ങനെ ആ സമയപരിധി അവസാനിക്കുകയാണെങ്കിൽ ഒരു ആക്രമണത്തിന് തങ്ങൾ സജ്ജമാണ് എന്നൊരു സൂചനയാണിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പെന്റഗൺ നൽകുന്നതും.